എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ 6. ഓക്കെ, നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് 6 ദിവസമായി. 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 9 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ പ്രൗഡ് ഓഫ് മൈ ബോയ്. എന്നത് തന്നെ ഞാൻ പൊക്കുകയാണ് ഗൈസ്. സോ എന്തായാലും 100 ദിവസം കൊണ്ട് തടിക്കുക എന്നുള്ള ആ ഒരു ചലഞ്ച്, 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വ്ലോഗ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള മറ്റൊരു ചലഞ്ച്, പിന്നെ 100 ദിവസത്തിന് ശേഷം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ള മറ്റൊരു ചലഞ്ച്. ഈ 3 ചലഞ്ചാണ് നമ്മൾ ഈ ഡെയിലി വ്ലോഗ് സീരീസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ അത് മുഴുവൻ കാണുന്നുണ്ട്, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. ഓക്കെ, എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒന്നാമതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റേ ധനുഷ് ഒരു സിനിമയിൽ പറയുന്ന പോലുള്ളൊരു സംഭവമാണ്. അതായത് നമ്മ മാതിരി പിള്ളകളെ പാത്താ പിടിക്കാതെ പാക്കത്താ കുറച്ചെങ്കിലും പിടിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോക്കാം, 100 ദിവസം ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റിൽ 100 ദിവസം ട്രൈ ചെയ്തിട്ടും നമ്മളെ ഈ ഒരു ലോങ് വീഡിയോ സെഗ്മെന്റ് ഒരു റീച്ച് അല്ലെങ്കിൽ ഒരു ഹൈ മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റം കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് അവിടെ വെച്ച് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിനകത്ത് എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ, ആ ഒരു സെഗ്മെന്റ്. ഓക്കെ, എന്തായാലും നമ്മൾ 100 ദിവസം ട്രൈ ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ഫിറ്റ്നസ്, തടിക്കണം എന്നുള്ളൊരു സംഭവം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഗ്മെന്റിൽ മോട്ടീവായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീണ്ടും രാവിലെ തടിക്കാൻ. മുട്ട കറക്കുന്ന അമ്മ. എന്താമേ? ബ്രെഡും മുട്ടയും. ഞാൻ തടിക്കോ? പിന്നെന്താ ഗ്രാമർ ക്ലാസ്സിൽ കയറിയോ? ഇംഗ്ലീഷിലെ വേർഡുകൾ പെറുക്കി പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഉച്ചക്കത്തെ ഫുഡാണ്. അമ്മ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതിനെ കൊണ്ട് ചിക്കൻ മാത്രം കൂട്ടി തിന്നാണ്. അമ്മ എന്താ കറി കൂട്ടുന്നേ? അച്ചാറൊക്കെ കൂട്ടി തിന്ന് നോക്ക്. അച്ചാറൊന്നും അങ്ങനെ കഴിച്ചുകൂടാ കേട്ടോ. കടയിൽ പോണ്ടേ, സമയം കിട്ടാത്തതുകൊണ്ട്. സോ പ്രോട്ടീൻ ഗൈസ്, നട്ടുച്ച 12 മണിക്ക് വന്നിട്ട് അനിയൻ എങ്ങോട്ടെങ്കിലും പോവാതെ പറഞ്ഞിട്ടുണ്ട്. ഈ നട്ടുപ്പൊരി വെയില് എന്തിനാണോ ഇന്ന് കൊള്ളുന്നത് അറിയില്ല. എന്ത് തിന്നാൻ പോവാന്നോ അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാൻ പോവാണ്. എന്താ അമ്മയ്ക്ക് പറയാനുള്ളേ? എന്താ അമ്മ പറ. അവിടുന്ന് എങ്ങോട്ടൊന്നുമില്ലാതെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അതെ, അങ്ങനെ ഞങ്ങൾ പനമരം ടൗണിൽ എത്തി. ഇതാണ് ഞങ്ങളുടെ ഹോം ടൗൺ. അതെ, പനമരം ടൗൺ. അനിയൻ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോകും. ഞാനും അനിയനും കൂടി ഒരു പോക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസ് കടയിൽ കയറി അവനൊരു അവിൽ മിൽക്കും ഞാനൊരു അനാറും ഓർഡർ ചെയ്തു. യെസ്, നമ്മൾ ബൾക്കിംഗ് ആണല്ലോ. ബൾക്കിങ്ങിൽ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാം സഡൻ തീരുമാനങ്ങളാണ് കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ എവിടേക്കെങ്കിലും പോവാം. നട്ടപ്പൊരി വെയിലത്ത് 12 മണിക്കാണ് കേട്ടോ. ബൈ നമ്മുടെ വയനാട് എന്ത് സുന്ദരാന്നറിയോ ഗൈസ്. മഴ പെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം ഹെവി ടാസ്കൊക്കെ തന്നെയാണെങ്കിലും ഈ പച്ചപ്പ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാൻ വയനാട് ഭയങ്കര അതിമനോഹരമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഏത് മൊമെൻറ്റിലേക്ക് നമ്മളിങ്ങനെ ക്യാമറ വെച്ചാലും അടിപൊളിയായിരിക്കും. ഇവിടെ ഈ വയലിൽ ഒരു ഇന്ത്യൻ്റെ ഷേപ്പിലൊക്കെ ഭൂപടം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെയായിട്ട്, പക്ഷേ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബൈക്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുമായിരുന്നു. പാലൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയോ. ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് മൊമോസ് കഴിക്കാനായിരുന്നു കേട്ടോ. മൊമോസ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ മൊമോസ് വൈകുന്നേരം ഉണ്ടാവുള്ളൂ. ഇവൻ ഉച്ചയ്ക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് പറഞ്ഞു എന്നാൽ പോവാം. ഞങ്ങൾ അവിടുന്ന് പിന്നെ വണ്ടി എടുത്ത് ഒരു കുപ്പി വെള്ളമൊക്കെ കുടിക്കാൻ വെച്ചു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആകാശത്തേക്കൊക്കെ നോക്ക്, എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. ഇന്നത്തെ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് മഴക്കാലം ആവാനായി, പക്ഷെ എന്നാലും അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചർച്ചൊക്കെ കണ്ടു. ഈ ചർച്ച കണ്ടപ്പം ഒരു പ്രത്യേക ആകർഷണം തോന്നി കേട്ടോ. അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ആ ഒരു ടെക്സ്ചറും പിന്നെ ആകാശത്തിൻ്റെ ഇന്നത്തെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇവിടെ ബോർഡ് കാണുന്നില്ലേ, കുറുവാദ്വീപ് അല്ല നമ്മളെ ഡെസ്റ്റിനേഷൻ. നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനാണ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ വീണ്ടും വണ്ടി ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ, അതായത് ഇന്ന് എന്താണെന്നറിയില്ല, ആകാശത്തേക്ക് നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു പോകുന്നവരെ പോവാന്ന്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും, എന്തെങ്കിലും പുതിയ ബിസിനസ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ പോകുന്നത് കൂടൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. കൂടൽക്കടവിൽ ഈ ഒരു 2ാം ഘട്ട പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ കൂടൽക്കടവ്. പക്ഷേ ഇവിടെ ഹെവി റിസ്ക്കും കൂടിയുള്ളൊരു സ്ഥലമാണ്. പലരും വിനോദസഞ്ചാരികളൊക്കെ വന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു റൈഡ് എന്നുള്ള രീതിയിൽ ഇതിലേ ഇങ്ങനെ വണ്ടിയെടുത്ത് പോയി. ഞാൻ സംഭവം വയനാട്ടിലാണെങ്കിലും കൂടൽക്കടവ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അനിയൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾനെസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരുപാട് പേര് മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു, വലയെറിയുന്നതും മീൻ പിടിക്കുന്നതൊക്കെ. സോ ആക്ച്വലി നമുക്കിപ്പം ഞാൻ അങ്ങനെ പോയി കാണാത്തതുകൊണ്ട് തന്നെ എനിക്കും ഇതൊരു പുതിയ അനുഭവം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഈ ഒരു മീൻപിടുത്തം കാണാനോ അങ്ങനെയൊന്നും, എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ പോകാറില്ല, വീട്ടുകാരങ്ങനെ വിടാറുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ആകാശത്തിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ ഇടയിൽ ഈ പ്രകൃതി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭംഗി, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എമ്മാതിരി ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഇത് ഞാൻ അവിടുന്ന് ക്യാപ്ചർ ചെയ്ത ആ ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കുക ഗൈസ്. ഏതോ ഒരു ഐലൻഡിലൊക്കെ വന്നു പോയിട്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ചുറ്റും കൂടി ഇങ്ങനെ പോകുന്ന ആ ഒരു പീസ്ഫുൾ മൈൻഡിൽ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ മൈൻഡൊക്കെ ഒരു റിഫ്രഷ്നെസ്സും നമ്മളിങ്ങനെ കാണുമ്പോൾ വാവ് ഇത് ക്യാമറയിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്ത് ജാതി ഭംഗിയായിരിക്കും എന്നുള്ളത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ഒരു വൈബിൽ നമ്മളിങ്ങനെ പോയി. അതായത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ. പിന്നെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഒന്നും വേറെ മൈൻഡിൽ വേറെ ഒന്നും ഇടാണ്ട് വളരെ റിഫ്രഷ്മെൻറ്റിൽ നമ്മൾ പോകുന്നത്. നമ്മൾ ഒരുപാട് പേര് മീൻ പിടിക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, ചൂണ്ടയിൽ മണ്ണിര കോർക്കുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 ഇളനീര് പറഞ്ഞു. ഇളനീരിനൊക്കെ ഭയങ്കര പൈസയാണ് കേട്ടോ. ഓക്കെ, എന്നാലും ഇളനീരൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇളനീര് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കാമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചുരണ്ടി തിന്നുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇളനീരൊക്കെ കുടിച്ച് അവിടെ നിന്ന് മെല്ലെ, അപ്പോഴും ഫുഡ് കഴിക്കാനുള്ള, അതായത് നമ്മൾ ഫുഡ് ചലഞ്ചും കൂടിയാണല്ലോ, ഫുഡ് ഗെയിനിങ്ങും കൂടിയാണല്ലോ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടുന്ന് നമ്മൾ തിരിച്ചു വരുമ്പം ഈ ഒരു വിഷ്വൽ ഇതൊരു സന്തോഷം നൽകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മന്തിയൊക്കെ അടിച്ച് ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മന്തിയടി അത് മസ്റ്റാണ് കേട്ടോ. മന്തിയടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോയി. ഇതെൻ്റെ കൂട്ടുകാരൻ അരുണാണ്. ഇപ്പം വിളിച്ച് ക്രിക്കറ്റ് കളിക്കാൻ വരുന്നോ ചോദിച്ച്. ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടോ. ഇതെൻ്റെ കൂട്ടുകാരൻ ബാസിയാണ്, അവിടെ ഫുട്ബോൾ കിട്ടുന്നത്. അങ്ങനെ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്രിക്കറ്റ് കളി അതിൻ്റെ ഇടയിൽ സെറ്റാക്കി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പം ഞാൻ കുറേ നാളായിട്ട് ക്രിക്കറ്റൊന്നും കളിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്കൊരു മേലും കൈയൊക്കെ ഒരു വേദനയൊക്കെ പോലെ വന്ന്. അപ്പം ഞാൻ അവിടെ നിർത്തി. അങ്ങനെ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി ഒന്ന് കുളിച്ചിട്ടോ. ഇന്ന് കുറച്ച് നേരം കളിച്ചിട്ടുള്ളൂ. എന്നിട്ട് അപ്പോഴത്തേനും ഞാൻ ക്രിക്കറ്റ് കളി നിർത്തി വീട്ടിലേക്ക് വന്ന് പിന്നെ അനിയത്തിൻ്റെ കൂടെ ഷോർട്ട് വീഡിയോ എടുത്ത് ഇന്ന് നമ്മൾ കുറേ സ്ഥലത്ത് പോയി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വീഡിയോ ഇപ്പം മുഴുവനായി കാണുന്നവരാണെങ്കിൽ നമ്മൾ പോയ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു മീൻസ് ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ജോലിക്ക് പോയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഇതിൽ മാറ്റം വന്നു തുടങ്ങിയത്. അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ അങ്ങനെ, അതായത് ചില ദിവസങ്ങളിൽ ഞാനും അനിയനും കൂടി രാവിലെ ഇറങ്ങി വിടുന്നു, എന്നിട്ട് സിനിമയ്ക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരും. എന്നിട്ട് എവിടെയെങ്കിലും സൈറ്റിലൊക്കെ പോകാണ്ടെങ്കിൽ സൈറ്റിൽ പോകും, തിരിച്ചു വരും. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു 3 മാസമായിട്ടാണ് ഇങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറിയിട്ടുള്ളത്. പക്ഷെ ഇന്നൊരു ഫ്രീ ഡേ കിട്ടിയപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ നമ്മൾ പോയി. എന്തായാലും ഇന്നിപ്പോൾ രാത്രി ചോറും കൂടി കഴിച്ചിട്ട് കടന്നുറങ്ങും കേട്ടോ. അപ്പം നമ്മുടെ വെയിറ്റ് ഗെയിനിങ്ങിൽ ഇന്നിപ്പം 6ാമത്തെ ദിവസമല്ലേ. സോ നാളെ 7ാമത്തെ ദിവസം. ഒബ്വിയസ്ലി ഞാൻ പറയാം എത്ര കിലോ നമ്മൾ കൂടിയോ കുറഞ്ഞോ എന്താണ് അവസ്ഥ എന്നുള്ളൊരു സംഭവം. അതായത് 7 ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും 10 ദിവസത്തിൽ പറഞ്ഞാൽ മതി, എന്നാലും 7 ദിവസത്തിൽ നമ്മളെ ഫേവറേറ്റ് നമ്പർ 7 ആണല്ലോ. ഇന്ന് നമ്മുടെ പോർച്ചുഗലും അതുപോലെ തന്നെ സ്പെയിനും തമ്മിലുള്ള മത്സരമുണ്ട്. സോ ഒബ്വിയസ്ലി അത് കണ്ടിട്ടേ ഞാൻ കടന്നുറങ്ങുള്ളൂ. ഈശ്വര, അല്ലെങ്കിൽ ഉറക്കൊക്കെ വരും. പക്ഷെ എന്നാലും അത് ഞാൻ പോർച്ചുഗലിനെ അങ്ങനത്തെ
കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാച്ചുകളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. ബിക്കോസ് ഐ എം എ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ. ഇല്ല കേട്ടോ, അങ്ങനെ കാണാറുണ്ട് പോർച്ചുഗലിൻ്റെയൊക്കെ. സോ അതും കൂടി കണ്ടിട്ടേ കടന്നുറങ്ങുള്ളൂ. നമ്മൾ പിന്നെ വ്ളോഗ് 9 മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു. സോ എന്തായാലും പോർച്ചുഗൽ ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്പെയിൻ ഫാൻസോ അല്ലെങ്കിൽ പോർച്ചുഗൽ ജയിക്കില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നമുക്ക് നാളെ ഞാൻ എന്തായാലും ഇന്ന് രാത്രിത്തെ ആ വ്ളോഗ് ഞാൻ നാളത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്താം. അതായത് രാത്രി നമ്മൾ സ്പെയിൻ്റെ കളി കാണുന്നതും ഒക്കെ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ തന്നെ പറ, നോക്കാം. നമുക്ക് പോർച്ചുഗൽ ജയിക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നാളെ 7 നമ്മുടെ ഡെയിലി വ്ളോഗിൽ 7ാമത്തെ നമ്പറാണ്. സോ ബേസിക്കലി 7 നമ്മുടെ ലക്കി നമ്പർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്. ഹോപ്പ് യു എൻജോയ് ദിസ് വ്ളോഗ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. വ്ളോഗിൽ കമൻറ്റുകളൊക്കെ കുറവാണ്. ലൈക്ക് ഇരിക്കുന്ന ഒരു കമൻറ്റും കൂടി അടിക്കുക. അപ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടും. സ്റ്റിൽ നമുക്കിനി ഒരുപാട് ദിവസങ്ങൾ, 94 ദിവസങ്ങൾ കൂടി വ്ളോഗ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.